കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ കൊല്ലത്തും തട്ടിപ്പ് നടത്തിയതായി പരാതി. ബാങ്ക് മാനേജർ ചമഞ്ഞ് വിദ്യാർത്ഥിനിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. കേസ് അന്വേഷിച്ച വനിതാ SI-ക്കെതിരെയും ശ്രുതി ചന്ദ്രശേഖരൻ പരാതി നൽകി. 2021 സംഭവം. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഇവർ വലിയൊരു തട്ടിപ്പുകാരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഇന്ന് പുറത്തുവന്ന പുതിയ വിവരം എന്താണ്? അനുജ, 2021 ശ്രുതി ചന്ദ്രശേഖരൻ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ യുവതി ഇത്തരത്തിൽ ഹണി ട്രാപ്പ് മുഖേന തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം ആശ്രമം മൈതാനിക്കടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിച്ചു വരവെയാണ് 2021 യുവതി തട്ടിപ്പ് നടത്തുന്നത്. അന്ന് യുവതിയുടെ ഒപ്പം ഒരേ മുറിയിൽ താമസിച്ചിരുന്ന മറ്റൊരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി CA പഠിക്കുകയായിരുന്നു. ആ വിദ്യാർത്ഥിനിയിൽ നിന്ന് അച്ഛന് അസുഖമാണെന്ന് കാണിച്ച് 1.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2021 പരാതി നൽകി. അന്ന് പരാതി അന്വേഷിച്ചിരുന്ന വനിതാ SI-ക്ക് നേരെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ യുവതി പരാതി നൽകി. ആ SI ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ തോതിലുള്ള തട്ടിപ്പ് ഈ സംസ്ഥാന വ്യാപകമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം AR ക്യാമ്പിലെ മറ്റൊരു പോലീസുകാരെയും ഈ യുവതി ഇതുപോലെ തന്നെ കബളിപ്പിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിവരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ 2021 ഈ പരാതി പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കൊല്ലം SP-ക്കും കാസർഗോഡ് SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അനുജ. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ സംസ്ഥാന വ്യാപകമായി പലതരത്തിൽ തട്ടിപ്പ് നടത്തി എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്.